ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയ്ക്കാണ് പല ആളുകളും അഴിമതികൾ കണ്ട്, അഴിമതി ഭരണങ്ങളും ജനവിരുദ്ധ നയങ്ങളും കണ്ട് മടുത്തിട്ടാണ് AAP പാർട്ടി ശരി ചൂല് കെജ്രിവാൾ എനിക്കും 2018 നവോത്ഥാന നായികയ്ക്കുള്ള അവാർഡ് തന്നിട്ടുള്ള ആളാണ് കെജ്രിവാൾ. തറയിലിരുന്ന് ഭക്ഷണം കഴിക്കുക, ചെരുപ്പ് വളരെ സാധാരണ ലെവലിലുള്ള ചെരുപ്പ്, വസ്ത്രധാരണം, അങ്ങനെയൊക്കെ അദ്ദേഹം സാധാരണക്കാരൻ്റെ മനസ്സ് കീഴ്പ്പെടുത്തുകയായിരുന്നു. നമ്മളും എല്ലാവരും വിചാരിച്ചു ശരി, മറ്റുള്ളവരൊക്കെ അഴിമതി ഭരണം കാഴ്ചവെക്കുകയും പബ്ലിക്കിന്റെ ഖജനാവിൽ നിന്ന് കൈയിട്ടു വാരുകയും ചെയ്യുമ്പോൾ ഈ മനുഷ്യന്റെ ലക്ഷ്യം ജനസേവനമായിരിക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. ആക്ടിവിസ്റ്റായി രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച അർബൻ നക്സലാണ് കെജ്രിവാൾ എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മോദി ഗവൺമെന്റ് കെജ്രിവാളിനെ പൂട്ടിയത്. 10 വർഷത്തോളമായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളിലായി ഉപയോഗിച്ചിരുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ പേരിൽ തുടങ്ങിയ ആൽബർട്ട് ഐൻസ്റ്റീൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റെജീം ചേഞ്ച് എന്ന ഒരു NGOയുടെ ഹെഡായ ഒരു ജിഹാദി വനിതയായ ജമീല റാക്കിബുമായി ഒരു ടീം തയ്യാറാക്കിയ മോദി ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ 10 കൊല്ലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യദ്രോഹത്തിനാണ് കെജ്രിവാൾ ചുക്കാൻ പിടിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയ അണ്ണാ ഹസാരെ കെജ്രിവാൾ ആൻഡ് കമ്പനിയെ തുടക്കത്തിലെ തന്നെ ത്യജിക്കാൻ കാരണം അതാണ്. അദ്ദേഹത്തിന്റെ അർബൻ നക്സൽ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. വരുന്ന പാർലമെന്റ് ഇലക്ഷനിൽ ആലത്തൂരിലെ BJP കാൻഡിഡേറ്റ് ആയ വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ ആയിരുന്നു ഡോക്ടർ സരസു. ഈ മാഡത്തിനെ റിട്ടയർ ചെയ്ത ദിവസം കുഴിമാടം ഒരുക്കിയതും അവരുടെ 44ാമത്തെ മെത്തേഡ് 198 മെത്തേഡുകളിൽ പെടുന്ന ഒരെണ്ണമാണ്. സിദ്ദീഖാപ്പന്റെ നിർദ്ദേശത്താൽ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്ന രീതിയായിരുന്നു പല ചാനലുകളും സ്വീകരിച്ചത്. KEN കുഞ്ഞഹമ്മദ്, MES ഗഫൂർ, സുനിൽ P ഇളയിടം, കാനഡ അമ്മായി, സച്ചി തുടങ്ങിയ 100 കണക്കിന് ആളുകൾ, CPM, സുഡാപ്പി, മലയാളി, DMK തമിഴന്മാർ, ഇവരൊക്കെ കൂടി ഒരു വിങ്ങായി പ്രവർത്തിക്കുകയായിരുന്നു എന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അർബൻ നക്സലുകൾ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഒരാളെ അന്ധമായി വിശ്വസിക്കുകയും അവരിൽ ആത്മാർത്ഥത കാണുകയും ചെയ്യുമ്പോൾ ഒന്നുകൂടി ചിന്തിക്കണം എന്ന ആശയവും കൂടിയാണ് നമുക്കിതിൽ നിന്നും ലഭിക്കുന്നത്. അറസ്റ്റിനെ തുടർന്ന് കസ്റ്റഡിയിൽ കഴിയുന്ന ഡൽഹി മുഖ്യമന്ത്രിയായ കെജ്രിവാളും അയാളുടെ പാർട്ടിയും ഖലിസ്ഥാനിൽ നിന്ന് $16 മില്യൺ, അതായത് 133.6 കോടി രൂപ കൈപ്പറ്റിയതായി അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഖലിസ്ഥാനി ഭീകരൻ ഗുർപന്ത്വന്ത് സിംഗ് പന്നു വെളിപ്പെടുത്തുകയാണ്. ഡൽഹിയിലെ സർക്കാർ രൂപീകരിച്ച് 5 മണിക്കൂറിനുള്ളിൽ ഖലിസ്ഥാനി ഭീകരൻ പ്രൊഫസർ ദേവീന്ദർ പാൽ സിംഗ് ബുള്ളറിനെ വിട്ടയക്കാമെന്ന് കെജ്രിവാൾ പറഞ്ഞിരുന്നതായും പന്നു കൂട്ടിച്ചേർക്കുകയാണ്. അപ്പൊ ഇവര് തമ്മിലുള്ള കൂട്ടുകച്ചവടത്തിന്റെ ഇരയായി മാറുന്നത് നമ്മുടെ നാടിന്റെ ജനാധിപത്യമാണ്. 2022 തെരഞ്ഞെടുപ്പിനും AAP ഖലിസ്ഥാൻ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പന്നു ആരോപിച്ചിട്ടുണ്ട്. USA, കാനഡ, UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള
ഖലിസ്ഥാൻ അനുകൂല സിഖുകാർ ഈ AAPക്ക് വൻതോതിൽ ധനസഹായവും പിന്തുണയും നൽകിയിട്ടുണ്ട് എന്ന് പരസ്യമായി പറയുകയാണ് പന്നു. ഡൽഹി മുഖ്യമന്ത്രി കെജ്രിവാൾ 2014 ന്യൂയോർക്കിലെ റിച്ച്മണ്ട് ഹിൽസിലെ ഗുരുദ്വാരയിൽ വെച്ച് ഖലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവിടെ വെച്ച് സാമ്പത്തിക സഹായത്തിന് പകരം 1993 ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രകനായ ജയിലിൽ കഴിയുന്ന ഖലിസ്ഥാൻ ഭീകരനായ ബുള്ളറിനെ മോചിപ്പിക്കുമെന്ന് കെജ്രിവാൾ വാഗ്ദാനം ചെയ്തു. സത്യസന്ധരായ ഇന്ത്യൻ ഹിന്ദുക്കളെയാണ് സ്വയം വിളിക്കുന്ന, അതായത് പൊതുവില് കെജ്രിവാളിന് നമുക്കിടയിൽ നല്ല ഇമേജ് ആയിരുന്നു. സത്യസന്ധരായ ഇന്ത്യൻ ഹിന്ദുക്കൾ എന്ന് സ്വയം വിളിക്കുന്ന അറിയപ്പെടുന്ന അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും സത്യസന്ധരായ ഇന്ത്യൻ ഹിന്ദുക്കളെക്കാൾ അപകടകാരികളാണ് എന്ന് പന്നു പറയണമെങ്കിൽ ഇതിന്റെ യാഥാർത്ഥ്യത്തിന്റെ വേരുകൾ എവിടെയെല്ലാം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കാം. 2014 മുഖ്യമന്ത്രി പദവി ഇല്ലാതിരുന്ന സമയത്ത് കെജ്രിവാൾ US വന്നു. സർക്കാർ രൂപീകരിച്ച് 5 മണിക്കൂറിനുള്ളിൽ പ്രൊഫസർ ദേവീന്ദർ പാൽ സിംഗ് ബുള്ളറിനെ മോചിപ്പിക്കുമെന്ന് ഖലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് വാഗ്ദാനം നൽകുന്നു. എന്നാൽ അയാളെ വിശ്വസിക്കരുത് എന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞെന്ന് പന്നു പറയുന്നു. ഇപ്പോൾ അയാൾ അധികാരത്തിൽ വന്നിട്ട് 9 വർഷമായി 2014 മുതൽ ഖലിസ്ഥാൻ അനുകൂല സംഘടനകൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനായി AAPക്ക് $14 മില്യൺ ധനസഹായം നൽകിയിട്ടുണ്ടെന്നും പന്നു ആരോപിക്കുകയാണ്. ഡൽഹി മദ്യനയ കേസിലെ അറസ്റ്റ് ചോദ്യം ചെയ്ത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചു. അടിയന്തര സിറ്റിംഗ് നടത്തി തന്നെ ജയിൽ മോചിതനാക്കണമെന്നാവശ്യപ്പെട്ടാണ് കെജ്രിവാൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. എന്നാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. ഹർജി അടുത്ത ബുധനാഴ്ച പരിഗണിക്കാമെന്നാണ് കോടതി അറിയിച്ചത്. വ്യാഴാഴ്ച രാത്രി അറസ്റ്റിലായ കെജ്രിവാളിനെ കോടതി മാർച്ച് 28 വരെ ED കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. 9 തവണ ബോധപൂർവം സമൻസ് അവഗണിച്ച് കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന EDയുടെ വാദം അംഗീകരിച്ചാണ് CBI പ്രത്യേക കോടതി ജഡ്ജി കാവേരി ബവേജ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വിട്ടത്. അറസ്റ്റിൽ നിന്ന് സംരക്ഷണം തേടിയുള്ള കെജ്രിവാളിന്റെ അപേക്ഷ ഡൽഹി ഹൈക്കോടതി തള്ളി. മണിക്കൂറുകൾക്കകമാണ് വ്യാഴാഴ്ച രാത്രി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. തന്റെ ജീവിതം നാടിന് സമർപ്പിക്കുകയാണ് എന്നായിരുന്നു വ്യാഴാഴ്ച കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ജയിലിനകത്തായാലും പുറത്തായാലും താൻ രാജ്യത്തെ സേവിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം തന്റെ ഭാര്യ സുനിത കെജ്രിവാളിന് അയച്ച സന്ദേശവും ശനിയാഴ്ച പുറത്തു വന്നിരുന്നു. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തുടരണം. BJP പ്രവർത്തകരോട് വെറുപ്പ് പാടില്ല. അവർ നമ്മുടെ സഹോദരി സഹോദരന്മാരാണ്. ഒരു ജയിലിനും എന്നെ അധികകാലം അഴിക്കുള്ളിലാക്കാൻ കഴിയില്ല. ഞാൻ ഉടൻ പുറത്തു വന്ന് നൽകിയ ഉറപ്പുകൾ പാലിക്കുമെന്ന് കെജ്രിവാൾ സന്ദേശത്തിൽ വ്യക്തമാക്കി. ഗെയിം സ്ട്രാറ്റജി അടിപൊളിയാണ് കേട്ടാ. ഈ സാഹചര്യത്തിലും സൈക്കോളജിക്കൽ അപ്രോച്ചിന് മാത്രം കെജ്രിവാളിന് ഒരു കുറവുമില്ല. നന്ദി.